യെസ്, ഇവിടെ കോഴിക്കോടിനെ സംബന്ധിച്ച് നല്ല ശക്തമായ വേനലാണ്, നല്ല ചൂടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ തന്നെയാണ്. വലിയ ചൂടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രികളിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നുണ്ട്, നല്ല മഴ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സമയം തത്സമയമായി തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ നഗരത്തിലും മലയോര മേഖലയിലുമൊക്കെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്യുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. KT വിബീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിബീഷ്, ഞാനിതാ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ല മഴയാണല്ലേ പുറത്ത്? അതെ വിനിഷ, കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 35 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു ചൂട്. മാത്രമല്ല രാത്രി കറണ്ട് കട്ടായത്, അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ആളുകൾ KSEB ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. അത്തരത്തിൽ കനത്തതായിരുന്നു ചൂട്. ഈ ചൂടിന് ആശ്വാസം പകർന്നാണ് ഇപ്പോൾ വേനൽ മഴ പെയ്തിരിക്കുന്നത്. ചെറിയ വേനൽ മഴയല്ല, വളരെ ശക്തമായാണ് വേനൽ മഴ പെയ്തിരിക്കുന്നത്. നാടാകെ കുളിർത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഒരു ഭാഗത്തുണ്ട്, അതിനിടെയാണ് വലിയ വേനൽ മഴ പെയ്തുകൊണ്ട് നാടാകെ കുളിർത്തിരിക്കുന്നത്. മാത്രമല്ല ഇടിമിന്നലോട് കൂടിയ വലിയ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും. അതായത് കോഴിക്കോടിൻ്റെ നഗരഭാഗങ്ങളിൽ മാത്രമല്ല, കുറ്റ്യാടി, അതുപോലെ തന്നെ തിരുവമ്പാടി അടക്കമുള്ള മലയോര മേഖലകളിലും വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടിനുള്ളിൽ എല്ലാ സ്ഥലത്തും ഒരു കുളിരേകിക്കൊണ്ടാണ് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത്. യെസ്, ഏതായാലും സംസ്ഥാനത്ത് വേനൽ മഴ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും വേനൽ മഴയാണ്, ശക്തമായ ഇടിമിന്നലുമുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം, വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.